ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അഗസ്ത്യ ബ്രഹ്മർഷി പറഞ്ഞു, പത്മസംഭവനായ വിധാതാവ് ആദ്യം അംബസിനെ സൃഷ്ടിച്ചു. അതിനെ രക്ഷിക്കുവാൻ അനേകം പ്രാണികളെയും സൃഷ്ടിച്ചു. പൈതാഹ ഭയമേറ്റുകൊണ്ട് ആ ജീവികൾ പിതാമഹ സമീപത്തിൽ ചെന്ന് വണക്കത്തോടെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് പ്രജാപതി അവരെ വിളിച്ച് അരുളി ചെയ്തു, എത്രമാത്രം പണിപ്പെട്ടാലും നിങ്ങൾ ഇതിനെ രക്ഷിക്കുവിൻ. ഞങ്ങൾ രക്ഷിക്കാം എന്ന് ചിലരും ഞങ്ങൾ യക്ഷിക്കാം എന്ന് മറ്റു ചിലരും വിശപ്പും ദാഹവും വർദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. രക്ഷിക്കാമെന്ന് പറഞ്ഞവർ രക്ഷസുകളും യക്ഷിക്കാമെന്ന് ഏറ്റവർ യക്ഷന്മാരുമായി തീരുമെന്ന് ദാതാവ് അനുഗ്രഹമേകി. മധു കൈടവൻ എന്നിവരെ പോലെ ഹേതി, പ്രഹേതി എന്നു പേരുള്ള 2 രക്ഷസുകൾ ശത്രുമർദ്ദകരായ സോദരന്മാർ ഉണ്ടായി. അതിൽ പ്രഹേതി ധർമ്മിഷ്ഠനായി തീർന്നു. തപോവനം പൂകി ഈശ്വര ധ്യാന നിരതനായി. ഹേതിയാകട്ടെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായി ഇരിപ്പാനാണ് ആഗ്രഹിച്ചത്. കാലന്റെ സഹോദരി ഭയ എന്നു പേരായ കന്യകയെ സ്വയമേ തന്നെ മഹാബുദ്ധിമാനായ ഹേതി വിവാഹം കഴിച്ചു. അമേയാത്മനായ അവന് ഭയം കൂടുന്ന ഭയയിൽ വിദ്യുത്കേശൻ എന്നൊരു പുത്രനുണ്ടായി. നിർമ്മല ജലാശയത്തിൽ താമരപ്പൂവെന്ന പോലെ ആദിത്യ തുല്യനായ വിദ്യുത്കേശൻ വളർന്നു വന്നു. രാക്ഷസ പുങ്കവൻ താരുണ്യത്തിലെത്തി. അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പിതാവ് നിശ്ചയിച്ചു. പ്രഭാവം കൊണ്ട് സന്ധ്യയ്ക്ക് തുല്യയായ ആത്മജയെ പുത്രവധുവായി നിശാചര പ്രമുഖൻ ഹേതി വരിച്ചു. ആർക്കെങ്കിലും തനുജയെ കൊടുക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സന്ധ്യ വിദ്യുത്കേശന് മകളെ കൊടുത്തു. രഘുവീര വിദ്യുത്കേശൻ സന്ധ്യാപുത്രി സാല കടങ്കയെ ധർമ്മപത്നിയായി സ്വീകരിച്ച് ഇന്ദ്രൻ ശചീദേവിയോടൊന്നിച്ച് എന്ന പോലെ സസുഖം വസിച്ചു. കാലം മുന്നോട്ടു നീങ്ങിയപ്പോൾ അമ്പുരാശിയിൽ നിന്ന് കാർമേഘം എന്ന പോലെ രാക്ഷസേന്ദ്രനിൽ നിന്ന് സാല കടങ്ക ഗർഭിണിയായി തീർന്നു. മേഘഗർഭ സമപ്രഭമായ ഗർഭത്തെ ഗംഗ ബഡവാഗ്നിയെ എന്ന പോലെ മന്ദരപർവ്വതത്തിൽ പ്രസവിച്ചു. വിദ്യുത്കേശ സഹവാസത്തെ ആഗ്രഹിച്ച അവൾ കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങി. പ്രഥമ സന്താനത്തെ കൂടി മറന്ന ഭർത്താവോടൊന്നിച്ച് അവൾ രമിച്ചുകൊണ്ടുവാണു. മന്ദര ഗഹ്വരത്തിൽ ഒന്നിൽ അനാഥനായി കിടക്കുന്ന ബാലൻ ഇടിനാഥ തുല്യം കരഞ്ഞുകൊണ്ടിരുന്നു. മാതൃപരിത്യക്തനായ ആ ബാലൻ ശരൽക്കാല അർക്കതുല്യനായി അവിടെ കിടന്ന് സ്വപാണിയിലെ അങ്കുലികൾ വായിൽ വെച്ച് വീണ്ടും വീണ്ടും കേണു. കൈലാസവാസി ഭഗവാൻ പരമേശ്വരൻ പാർവതീദേവിയോടൊന്നിച്ച് ഋഷഭവാഹനനായി വാനിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. അപർണയൊന്നിച്ച് അമ്പരതലത്തിൽ നിന്ന് ദേവദേവൻ കേഴുന്ന ബാലനെ കണ്ടു. കാരുണ്യവാരിധിയായ ഭവാനീദേവിയുടെ അഭ്യർത്ഥനയാൽ മുപ്പുരാരി സാല കടങ്കയ്ക്ക് തുല്യമായ വയസ്സ് അവനേകി. നിത്യനും പ്രണവാക്ഷര സ്വരൂപനുമായ ദേവദേവൻ പാർവതീദേവിയുടെ പ്രിയാർത്ഥം അവന് അമരത്വവും വിണ്ണിലുള്ളൊരു പുരവുമേകി. രാക്ഷസവംശത്തിന് മൃഡാനി ദേവിയും തുടർന്ന് ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു. ഗർഭമുണ്ടായാൽ ഉടൻ തന്നെ പ്രസവിക്കട്ടെ. അല്പസമയത്തിനുള്ളിൽ അമ്മയുടെ പ്രായത്തിലെത്തട്ടെ. സുകേശൻ എന്ന ആ നിശാചരേന്ദ്രൻ വരദാന ഗർവിതനായി. ശ്രീ ശങ്കരാനുഗ്രഹത്താൽ വാനിലുള്ള പുരിയെ ദേവേന്ദ്രൻ എന്ന പോലെ പൂകി. മതിമത്തനാണെങ്കിലും മഹാനായ സുകേശൻ യഥേഷ്ടം എല്ലായിടവും സഞ്ചരിച്ചു. ധർമ്മിഷ്ഠനായൊരു രാക്ഷസ മുഖ്യനായിരുന്നു സുകേശൻ. അഗ്നിതുല്യനായ ഗ്രാമണി എന്ന ഗന്ധർവൻ സുകേശന്റെ യോഗ്യതകൾ മനസ്സിലാക്കി. ഗ്രാമണിക്ക് ദേവവതി എന്നൊരു പുത്രിയുണ്ട്. രണ്ടാമതൊരു മഹാലക്ഷ്മിയാണെന്ന് തോന്നും അവളുടെ രൂപസൗന്ദര്യം കണ്ടാൽ. യൗവന പ്രായമെത്തിയ ദേവപതിയെ ധാർമ്മികനായ ഗന്ധർവൻ രാക്ഷസശ്രീ എന്ന പോലെ സുകേശന് നൽകി. ഏറ്റവും ദരിദ്രനായ ഒരുവന് അമിത ഐശ്വര്യം കൈവന്നതുപോലെയുള്ള സന്തോഷം വരദനപൂർണനായ ഭർത്താവിനാൽ ഗന്ധർവ തരുണിക്ക് ഉണ്ടായി. പിടിയാനയെ കൊണ്ട് കൊമ്പനാന എന്ന പോലെ നിശാചരേന്ദ്രൻ അവളെ കൊണ്ട് പ്രകാശിച്ചു. അഗ്നിത്രയങ്ങൾ പോലെ 3 പുത്രന്മാർ അമിത ബലവാന്മാരായ മാല്യവാൻ, സുമാലി, മാലി എന്നീ രാക്ഷസകുമാരന്മാർ വളർന്നു വന്നു. മുക്കണ്ണനായ പരമേശ്വരനെ പോലെയുള്ളവർ 3 ലോകങ്ങൾ പോലെ അചഞ്ചലർ, 3 അഗ്നികൾ പോലെ ദ്യുതിയാർന്നവർ, 3 മന്ത്രങ്ങൾ പോലെ അത്യുഗ്രർ, 3 രോഗങ്ങൾ പോലെ അതിദാരുണർ, ഉപേക്ഷിക്കപ്പെട്ട 3 മഹാവ്യാധികൾ പോലെയുള്ളവർ. സുകേശപുത്രന്മാർ യൗവനത്തിലെത്തി.
തപശക്തി കൊണ്ട് അനേകം വരങ്ങൾ അച്ഛൻ സമ്പാദിച്ചത് മനസ്സിലാക്കിയ ആത്മജന്മാർ തപസ്സു ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. മഹാമേരു പർവ്വത പാർശ്വത്തിലാണ് അവർ എത്തിയത്. അഗ്നിത്രയതുല്യരായ അരക്കന്മാർ സാധാരണക്കാർക്ക് അസാധ്യമായ ഘോര നിയമങ്ങൾ കൈക്കൊണ്ട് തപസ്സു തുടങ്ങി. സർവഭൂതങ്ങളും ഭയപ്പെട്ടു. സത്യം, ആർജവം, ശമം എന്നിവയൊത്തുചേർന്ന് അതിദുർലഭ തപോവൃത്തി ത്രിലോകങ്ങളിലുള്ള ദേവാസുര മനുഷ്യന്മാരെയും തപിപ്പിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.